അങ്ങനെ ഞങ്ങളുടെ ഈ വർഷത്തെ ഓണം ചന്ദനക്കാവിലെ സിസിന്റെ വീട്ടിലായിരുന്നു. എപ്പോഴും ആദ്യം ജെൻസിനും മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ വിളമ്പി ഒടുവിൽ ഞങ്ങൾ 90 കിഡ്സ് ഉണ്ണാനിരിക്കുമ്പോൾ വയറ്റിലെ വിശപ്പും കെടും, ഫുഡിന് ടേസ്റ്റും തോന്നൂല. സോ ഈ ഓണത്തിന് നമ്മൾ വിചാരിച്ചു എല്ലാവർക്കും ഒരുമിച്ചിലേട്ട് ഒരുമിച്ച് കഴിക്കാന്ന്. ഞങ്ങൾ കറികളൊക്കെ ഉണ്ടാക്കുന്നത് ഓരോരുത്തരും 3-4 വെച്ച് ഏറ്റെടുക്കുകയാണ് പതിവ്. ഞങ്ങൾ വെളുപ്പിന് 7 മണിക്ക് സദ്യ ഉണ്ടാക്കി തുടങ്ങാന്നാണ് വിചാരിച്ചത്. തലേ ദിവസം എല്ലാവരും ഉള്ളതുകൊണ്ട് രാത്രി 2 മണി വരെ കുശുമ്പും നുണയൊക്കെ പറഞ്ഞിരുന്നതുകൊണ്ട് രാവിലെ എണീക്കാൻ താമസിച്ചു. അതുകൊണ്ട് തന്നെ സദ്യ ഉണ്ടത് 2:30 മണിക്കാണേ. സജിന പുളിയിഞ്ചി, നാരങ്ങക്കറി, പരിപ്പ്, സാമ്പാർ, കൂട്ടുകറി ഒക്കെ ഉണ്ടാക്കി. ഞാനാണെങ്കിൽ കടലപ്പരിപ്പ് പായസവും ബീട്രൂട്ട് പച്ചടിയും പൈനാപ്പിൾ പച്ചടിയും മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കി. ചിഞ്ചു അടപ്രഥമനും ഉണ്ടാക്കി. അതുപോലെ തന്നെ ചോറും വെച്ചു. അതാണല്ലോ മെയിൻ. അവിയൽ വെച്ചു. ഈ കറികൾക്കൊക്കെ വേണ്ട 17 തേങ്ങ ഒരേ നിപ്പ് നിന്നങ്ങ് തിരുമി തന്നു. നസീമ മതിയെ തോരൻ വെച്ച് പച്ചക്കറികൾ അരിഞ്ഞും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ തൊലി പൊളിച്ച് സഹായിച്ചു. അതാണല്ലോ മെയിൻ. അമ്മോ മൊത്തം പാത്രം കഴുകി. പിന്നെ ഇവിടുത്തെ 2 പുരുഷ കേസരികളായിട്ടുള്ള അച്ചും റുസ്വാനും TV കണ്ടും ഫോണിൽ കുത്തിയും അങ്ങിരുന്നു. ഒടുവിലെ സദ്യ വിളമ്പിയപ്പോൾ നമ്മൾ ഉണ്ടാക്കാത്ത പച്ചമോരും ചോദിച്ചു വന്നു. അവന്മാർക്ക് കൊടുത്തു 2 ഞങ്ങൾ ഓരോരുത്തരും ഉണ്ടാക്കിയ ഓരോ കറികളും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ സ്റ്റാർ ഫ്രൈഡ് ചിക്കനിലെ അണ്ണന്റെ പിള്ളേരും ഉണ്ടായിരുന്നു. ഇലയിടുന്നതിനും ഓരോ കറികൾ വിളമ്പുന്നതിനും അതിൻ്റെതായ സ്ഥാനമുണ്ടെന്നാണ് മുതിർന്നവർ പറയുന്നത്. തിരക്ക് പിടിച്ച് വിളമ്പിയോണ്ട് സ്ഥാനമാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടേ. ഇപ്രാവശ്യം ഞങ്ങൾ വെള്ള കളറിലുള്ള വെള്ളപ്പച്ചടി ഉണ്ടാക്കിയില്ല, സമയം കിട്ടാത്തത് കൊണ്ടാണ്. എന്റെ കെട്ടിയോനെ പർച്ചേസിങ്ങിനല്ലാതെ ഈ ഒരു ഓണത്തിന് ബുദ്ധിമുട്ടിച്ചതേ ഇല്ല. അതുപോലെ തന്നെ അമ്മച്ചിമാരെയും ബുദ്ധിമുട്ടിച്ചില്ല. അവർക്കൊക്കെ ഫുൾ റെസ്റ്റ് ആയിരുന്നു. തിരുവോണ ദിവസം ആയതുകൊണ്ട് ഒരു തരത്തിലുമുള്ള നോൺ വെജ് ഐറ്റംസ് വേണ്ടെന്ന് ഞങ്ങൾ തലേന്നേ തീരുമാനിച്ചു. അതുകൊണ്ട് പിറ്റേന്ന് മന്തി തന്നെ ഉണ്ടാക്കി കൊടുക്കണമെന്ന് പിള്ളേർ വാശി പിടിച്ചിട്ടുണ്ടേ. അമ്മ ഉച്ചയ്ക്ക് അമ്മയുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ സദ്യക്ക് പോയി. ഹൈസൂട്ടനും മിൻഹാക്കും അഫ്സൂനും റംസൂനും എല്ലാം സദ്യ നന്നേ ബോധിച്ചു. കെട്ടിയവന്മാരും മുതിർന്നവരും ടേബിളിലും ഞങ്ങളെല്ലാം നിലത്തും ഇരുന്ന് ഓണമുണ്ടു. ഈയിടെയായിട്ട് ചമ്മണം പൂട്ടിയിരിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാ. വയസ്സായേ ഈ ഓണത്തിന് ഞങ്ങൾ കറങ്ങാനൊന്നും പോവാതെ വീട്ടിൽ തന്നെ 3 നേരം ഫുഡൊക്കെ അങ്ങ് ഉണ്ടാക്കി സൊറ പറഞ്ഞും വിവിധ ഇനം കളികളൊക്കെ കളിച്ച് അങ്ങും കൂടി. 2 ദിവസം കൊണ്ട് പിള്ളേരുടെ അടുത്ത് വായിട്ടലച്ച് എൻ്റെ തൊണ്ടയും പോയി സൗണ്ടും പോയി. ഇപ്പൊ കാറ്റും അത്ര വരുന്നുള്ളൂ. എന്ത് ഓർഡർ ചെയ്താലും വീട്ടിൽ കിട്ടുന്ന ഈ ഒരു സമയത്ത് അതിപ്പോൾ ഊണാണെങ്കിൽ കൂടിയേ സ്വന്തം വീട്ടിൽ എല്ലാവരും കൂടി ചേർന്ന് ഒത്തൊരുമിച്ച് സദ്യ ഉണ്ടാക്കി അത് കഴിക്കുന്നതിൻ്റെ ഫീല് വേറെ തന്നെയാണ്. ഓണത്തിന് ഏറ്റവും കൂടുതൽ ചിലവാകുന്നത് പപ്പടമാണ് ഇവിടേക്ക്. ഞാൻ തന്നെ 6 കഴിച്ചു. പൊരിക്കുമ്പോൾ മുതലങ്ങ് തീറ്റി തുടങ്ങും. സദ്യയിലൂടെ 2 പായസത്തിനൂടെ 2 പരിപ്പ് പായസത്തിനൂടെ 2 അങ്ങനെ നീണ്ടുപോകും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെയും ഹാപ്പി ഓണം.